ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് NZ. അതായത് ഇന്നത്തെ ഒരു വ്ളോഗാണ്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തതിൻ്റെ ഒരു വ്ളോഗാണ്. സോ നമുക്കത് കണ്ടാലോ അല്ലേ? അപ്പോൾ നമുക്ക് ടെമ്മോയിൽ നിന്ന് വാങ്ങിച്ച അൺബോക്സിങ് വീഡിയോ ആണ് ഇത്. നമുക്ക് എന്താ ഞാൻ വാങ്ങിച്ചതെന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ ഇത് നമ്മുടെ നാട്ടിൽ ആമസോൺ ഒക്കെ ഇല്ലേ, സെയിം അതേപോലത്തെ ഇവിടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ടെമോ എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മുടെ ന്യൂസിലാൻഡ് പോസ്റ്റ് വഴിയാണ് നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്നത്. സോ അവിടെ ഞാൻ കുറച്ച് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ എന്നാന്നൊക്കെ നമുക്ക് കാണാം. ഫസ്റ്റിൽ ഞാനിതൊന്ന് അൺബോക്സ് ആക്കട്ടെ. ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല, സോ ഇതിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ. ആദ്യം ന്യൂസിലാൻഡിൽ വന്ന ഉടനെ ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ. ഓക്കെ, ഓൺലൈൻ ഷോപ്പിംഗ്, ആദ്യത്തെ ഓൺലൈൻ ഷോപ്പിംഗ്. നല്ല ടൈറ്റായിട്ടുള്ള പാക്കിംഗ് ആണ്. അപ്പം ഇതെന്നാന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കുടയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അവിടുന്ന് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ആക്കിയപ്പം അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല സ്ട്രോങ് ആയ കുട വേണം, നല്ല കട്ടി വിൻഡ് പ്രൂഫൊക്കെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. സോ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു വിൻഡ് പ്രൂഫും നല്ല സ്ട്രോങ് ആയ കുടയൊന്നും എനിക്ക് നാട്ടിൽ കണ്ടില്ല. അതുമല്ലാണ്ട് നല്ല കുടയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന കാലം കുടയാണ്. സോ എൻ്റെ അടുത്ത് കാലം കുട കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അത്രയും ബാഗിനകത്ത് ഓൾറെഡി ഫുള്ളായിരുന്നു. കാലം കുടയൊന്നും എൻ്റെ ലഗേജിൽ കയറത്തില്ല. സോ അതെനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ എന്നാക്കി, ഞാൻ റെയിൻ കോട്ട് ഓർഡർ ആക്കി. ഇതാകുമ്പോഴേ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ വരും. സോ ഇത് എപ്പോഴും നമ്മുടെ യൂസ്ഫുള്ളാണ്. ഇതെപ്പോഴും നമ്മുടെ ബാഗിലിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴോ ഇല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിരാവിലെ എപ്പോൾ വേണമെങ്കിലും മഴ വരും. സോ ആ മഴ സമയത്ത് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റെയിൻ കോട്ടാണ്. സോ ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഇതിൻ്റെ മെറ്റീരിയൽ പറ്റി പറയുവാണെങ്കിൽ ഒരു നോർമൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ ഭയങ്കര ഹെവി ആയിട്ടോ അത് നല്ല തിക്കായിട്ടുള്ള ഒന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ തോട്ടത്തിൽ പണിക്കൊക്കെ പോകില്ലേ, അപ്പോൾ ഇടുന്ന ഒരു പ്ലാസ്റ്റിക്കില്ലേ, അതേ ഒരു ഫീലാണ് ഈ ഒരു ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് പിന്നെ അങ്ങനത്തേത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ട് വരെ കവറാവും, ടിൽ നീ വരെ ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ യൂണിഫോം നനയാത്ത പോലെ മുട്ട് വരെ ഫുൾ കവറായിരിക്കും. സോ ഇങ്ങനത്തേത് ഞാൻ 2 എണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് ഒരു 7 കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം അടുത്തത് നെക്സ്റ്റ് എന്നാന്ന് നമുക്ക് കാണാം. ദിസ് ഈസ് മൈ ഫേവറേറ്റ് വൺ. എന്നായിരിക്കും? എനി ഗസ്? ഇതേ എല്ലാ നഴ്സസിനും ആവശ്യമുള്ള ഒരു സാധനമാണ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ നഴ്സുമാർ കുത്തിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാനും വാങ്ങിച്ചു ഒരു ക്ലോക്ക്. കണ്ടോ,
ഇത് നമ്മുടെ യൂണിഫോമിൽ ടൈമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോക്ക്. അത് സി ഇത് നമുക്ക് ഇങ്ങനെ കുത്താം. നമുക്ക് ഇത് പൾസ് നോക്കാൻ, റെസ്പിറേറ്ററി നോക്കാൻ, ഇതിനെല്ലാം ഇത് യൂസ്ഫുള്ളാണ്. ഇതൊരു ഇത് ഇങ്ങനെ കാണുമ്പോൾ തലതിരിച്ച ഒരു ക്ലോക്കാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ കുത്തി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ആക്കി. പിന്നെ അടുത്തത് അടുത്തതാണ് ഇത് നമ്മുടെ മഴയ്ക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ഷൂ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. സി ഷൂ ഒരു പ്ലാസ്റ്റിക്. സോ ഇത് ഞാൻ ഡ്യൂട്ടിക്ക് ഓൾറെഡി റെയിൻ കോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഷൂ ഒക്കെ നനയും. എൻ്റെ വാട്ടർ പ്രൂഫ് അല്ല, സോ ഷൂ ഒക്കെ നനയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചു. ഇത് പോകുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇത് കുറച്ച് നല്ല ടൈറ്റായിട്ടും ഉണ്ട്. സോ അത് ലൂസാകത്തൊന്നുമില്ല, ഇതിങ്ങനെ ഇരുന്നോളും. സോ ഇതിന് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു സാധനം കൊണ്ട്. സോ ഇതിൻ്റെ 10 ഔട്ട് ഓഫ് ഞാൻ ഇതിന് ഒരു 9 കൊടുക്കും. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലതാണ്. ഒരു പ്ലാസ്റ്റിക് നല്ല നമ്മുടെ വണ്ടിയുടെ ഒക്കെ നമ്മുടെ സൈക്കിളിൻ്റെ അകത്തത്തെ ഒരു ട്യൂബ് വരത്തില്ല, ആ ഒരു ടൈപ്പിൻ്റെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. സോ ഗുഡ്. പിന്നെ അടുത്തതാണ് സോക്സ്. ഇത് അകത്ത് കുറച്ച് ചൂട് നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലുള്ള ഒരു സോക്സ് ആട്ടോ. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇടാൻ പറ്റും. ഇത് ഇവിടെ ഫ്രണ്ട് കാല് വരും, പിന്നെ ഇതിങ്ങനെ വരും. സോ ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇങ്ങനെ അങ്ങനെ ഞാൻ 1 പെയർ, 2 പെയർ, 3 പെയർ, 4. സോ അങ്ങനെ ഞാൻ 4 സോക്സ് വാങ്ങിച്ചു. ഗുഡ്. കട്ടിയുണ്ട്. ഇത് സോക്സ് ഉണ്ടല്ലോ, നല്ല കട്ടിയുണ്ട്. കട്ടി മീൻസ് നമ്മൾ തണുപ്പ് എടുക്കാത്ത പോലെ നല്ല ഇതായിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആണ്. സോ ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 9 ഗുഡ്. പിന്നെ അടുത്തത് ലഞ്ച് ബോക്സ് വാങ്ങിച്ചു വിത്ത് ബാഗ്. ഈ ഒരു ലഞ്ച് ബാഗിൽ നല്ല ഇങ്ങനെ നല്ല ചൂട് നിൽക്കുന്ന പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട്. വളരെ സൂപ്പർ കോട്ടിംഗ് ആണ് ഇത്. നമ്മൾ ചൂടോടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും അതുപോലെ നിന്നോളും. സോ അതിന് തെർമൽ കോട്ടിംഗ് നല്ല ഇതുണ്ട്. ഈ ബാഗും നല്ല ബാഗാട്ടോ. ഗുഡ് ബാഗ്. പിന്നെ ഇത് രാവിലെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സോ
ഇല്ലെങ്കിൽ അങ്ങനത്തെ എങ്കിലും ഫുഡ് ഐറ്റം നമുക്ക് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഓപ്പൺ ആക്കട്ടെ. സോ അടുത്തതായ ഒരു ചെറിയ ടിഫിൻ ബോക്സ് ആണ് ഇത്. ഹോട്ട് ആൻഡ് കോൾഡ് രണ്ടും നിൽക്കും. പിന്നെ സീൽ ലോക്കാണ്. വാട്ടർ ഇതിലെ കൂടെ ലീക്കൊന്നും ആവത്തില്ല. പിന്നെ 600 ml ആണ് ഇത്. ഞങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോകാം, ലീക്കാത്തില്ല. ഓപ്പൺ ആക്കുന്നതാണ്. ഇത് മൈക്രോ ഓവൻ സേഫ് ആണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇനിയൊരു അടിപൊളി സംഭവം എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫോൾഡബിൾ സ്പൂണുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ക്ലിപ്പ് താഴോട്ടാക്കിയിട്ട് ഇത് ഫോൾഡ് ആക്കുക. ഓക്കെ. പിന്നെ എന്നെ എടുക്കണം. ഇതാ ഇവിടെ ഓൾറെഡി ആ ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ആ ഡയറക്ഷനിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം വെച്ച് പെർഫെക്റ്റ്, ഭംഗിയുണ്ടല്ലേ? അപ്പം ഇത് ആദ്യത്തെ ചെറിയ മോളിൽ വെക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം. ഇതിനകത്ത് സ്നാക്സോ ഓട്സോ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരു ടിഫിൻ ബോക്സ്. പിന്നെ അടുത്ത ടിഫിൻ ബോക്സ് ലഞ്ചിന് കഴിക്കാൻ പറ്റിയ ടിഫിൻ ബോക്സാണ്. ഇത് 850 ml ആണ്. സെയിം സീൽ ലോക്കാണ്. മൈക്രോ ഓവൻ സേഫ് ആണ്. അപ്പം ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. വാവ്, അടിപൊളിയാണല്ലോ. വെരി ഗുഡ്. നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇതാ 2 പാർട്ടീഷൻ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാം, ഇവിടെ വേണമെങ്കിൽ കറി കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ തോരൻ കൊണ്ടുപോകാം, എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. 2 പാർട്ടീഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ക്യാപ്പിനകത്ത് ഇതാ ഇവിടെ ഒരു പാർട്ടീഷൻ, ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സോസോ ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാൻഡ്വിച്ചിന് ഇടാൻ പറ്റും, മയോനീസോ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിവിടെ ഇടാൻ പറ്റും. ഇത് മൂവബിൾ. ഇത് ഈ മുകളിൽ ഒരു ക്യാപ്പ്, ഇത് ഈ സാധനം ഇത് ഞങ്ങൾക്ക് ഊരാൻ പറ്റും. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഇടുക, എന്നിട്ട് അടയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതെന്താന്ന് പറഞ്ഞാൽ സെയിം നമ്മുടെ ആദ്യം കണ്ടില്ല അതുപോലെ ഇവിടെ ഒരു പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇതിനകത്ത് ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കാനാണ്. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ സൂഷി കഴിക്കാൻ സ്റ്റിക്ക്, പിന്നെ ഒരു സ്പൂൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസും ഉണ്ട്. സോ ഗുഡ്, അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു പ്രോഡക്റ്റ്. പിന്നെ നല്ല കട്ടിയുണ്ട്. മൈക്രോ ഓവൻ സേഫാണ്. സോ ഗുഡ്. പിന്നെ
അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് ഇത്. ലഞ്ച് ബോക്സ്, മൈക്രോ ഓവൻ സേഫ്. ഇതിന് 2 ലഞ്ച് ബോക്സ് ഉണ്ട്. ഹാപ്പി. ഈ ലഞ്ച് ബോക്സ് വിത്ത് ബാഗ്, ലഞ്ച് ബോക്സിന് കൊണ്ടുപോകാനുള്ള നല്ല ഹീറ്റ് പ്രൂഫായിട്ടിരിക്കുന്ന ഒരു ബാഗ്. സോ ഈ ഒരു സാധനത്തിന് ഞാൻ 10 ഔട്ട് ഓഫ് 10 കൊടുക്കും. ബിക്കോസ് നല്ല മെറ്റീരിയലാണ്. ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഓക്കെ. പിന്നെ അടുത്തത് സോക്സ് ആയിരുന്നു. 4 സോക്സ് ഉണ്ട്. നല്ല സോക്സുകളാണ്, നല്ല ക്വാളിറ്റി ഉള്ള സോക്സാണ്. ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 8 ഗുഡാണ്. നല്ല ഉണ്ട്, കുഴപ്പമില്ല, ഗുഡാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പം എങ്ങനെയുണ്ടെന്ന് പിന്നെ പറയാം. സോ ഇതിന് ഞാൻ 8 കൊടുക്കുകയാണ്, 10 ഔട്ട് ഓഫ് 8. അടുത്തതാണ് ഷൂവിൻ്റെ കവറ്. പ്ലാസ്റ്റിക്, ഗുഡാണ്, നല്ല ഉണ്ട്, പെട്ടെന്ന് പൊട്ടത്തില്ല, ഗുഡ് മെറ്റീരിയൽ. ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 8 കൊടുക്കും. പിന്നെ അടുത്തതാണ് എൻ്റെ റെയിൻ കോട്ട്. ഇത് 10 ഔട്ട് ഓഫ് 7 കൊടുക്കാം. ബിക്കോസ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല കട്ടിയൊന്നുമില്ല, ഓക്കെയാണ്, വെയിറ്റ് ഇല്ല. ഇത് മഴ കയറുമോ ഇല്ലയോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. വെള്ളമൊന്നും കയറത്തില്ല. സോ നല്ല മെറ്റീരിയലാണ്. സോ ഇതിന് ഞാൻ 10 ഔട്ട് ഓഫ് 7. ഓക്കെ. പിന്നെ ഇത് ക്ലോക്കാണ്. നേഴ്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഉള്ള ഒരു ക്ലോക്ക്. ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ 10 ഔട്ട് ഓഫ് 9 കൊടുക്കും. നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയല്ലേ. അപ്പോൾ നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പം ഇത് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഒരുപാട് താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന്. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് and stay healthy. So bye bye, take care.